മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കിൻ്റെ പൊടികൾ കണ്ടാലോ. 4 തരം കുറുക്കിൻ്റെ പൊടിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഞവരയരിയുടേത് ചെയ്യാം. ഞവരയരി നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ നമ്മളിത് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ എടുത്തതാണ്. നന്നായിട്ട് പൊടിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ വെള്ളയാവലാണ്. അത് നമുക്ക് ആവശ്യത്തിനെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതായോന്ന് അറിയുന്നത് കൈക്കകത്തെടുത്ത് നമ്മളൊന്ന് ഞെക്കി നോക്കുമ്പോൾ അതൊരു നല്ല പൊടിഞ്ഞു വരുന്നതായിട്ട് കാണാവേ. നന്നായിട്ട് പൊടിയുന്നതായിട്ട് നമുക്ക് കാണാം. അത് നമുക്ക് തണുക്കാൻ മാറ്റി വെച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അതും പൊടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി മൂന്നാമത്തേതായിട്ട് നമുക്ക് മട്ടയവലാണ്. അത് നമുക്ക് ഇതുപോലെ തന്നെ ആവശ്യത്തിനെടുത്ത് നന്നായിട്ട് ചൂടാക്കി നമുക്കത് മിക്സിയിൽ പൊടിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത നാലാമതായിട്ട് നമുക്ക് ഓട്സാണ് ഉപയോഗിക്കുന്നത്. ഓട്സ് ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുക, നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ കുറുക്കിൻ്റെ പൊടികളും നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുത്ത് നന്നായി പൊടിച്ച് എല്ലാം മാറ്റി വെച്ചു. ഇനി അത് നമുക്ക് ഓരോ കുപ്പിയിലേക്കാക്കി നമുക്ക് മാറ്റാം. ഓരോ കുപ്പിയിലോട്ടായിട്ട് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റാം. ആദ്യമായിട്ടാണ് നിങ്ങളിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആദ്യം കുറേശ്ശെ ആക്കി നോക്കുക. ഇപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമാകണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കുറേശ്ശെ ആക്കി നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നീട് കൂടുതൽ ആക്കി നമ്മൾ ഒരു ഡപ്പയിലിട്ട് വെക്കണം. കുറച്ച് നാളത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പേപ്പറിലിട്ട് കാണിക്കുന്നത് നമുക്ക് പാത്രത്തിൽ നിന്ന് സ്പൂൺ കൊണ്ട് കോരുന്നതിൽ എളുപ്പമാണ് കേട്ടോ. പേപ്പറിനകത്ത് ഇട്ട് തണുക്കാൻ വെച്ചാൽ അതോടെ അങ്ങ് ഇടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കുറുക്കുകളെല്ലാം റെഡിയായി. ഞാൻ കുപ്പിയിലാക്കി. ഞാൻ എല്ലാത്തിനും പേരെഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വേറെ 2 കുറുക്കിൻ്റെ പൊടികളും കൂടെ ഇവിടെ ഞാൻ പരിചയപ്പെടുത്തണം. ഒന്ന് അമൃതം പൊടി, നിങ്ങൾക്കറിയാലോ, നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത്. രണ്ടാമത്തെ ഞാനിവിടെ നമ്മുടെ ചെറുപുഴയിൽ നിന്നൊരു ധാന്യാമൃതം എന്ന് പറഞ്ഞൊരു പൊടി വാങ്ങിക്കുന്നതാണ്. അതിൻ്റെ കുപ്പികളിലാണ് ഞാനിപ്പോൾ ഈ എല്ലാ പൊടിച്ച പൊടികളെല്ലാം ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു.